ഹലോ, ഇൻസ്പിരിത്വയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ജനസേവ ശിശുഭവൻ്റെ സ്ഥാപകനായ ജോസ് മാവേലി സാറാണ്. ഇന്നും നല്ലൊരു ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്ന ആലുവയുടെ സ്വന്തം പുത്രനായ അനേകം ആളുകളെ ഒരുമിച്ച് കൂട്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു മഹത് വ്യക്തിയുടെ ഇൻസ്പയറിംഗ് സ്റ്റോറി നമുക്കൊന്ന് കേൾക്കാം. സ്വാഗതം. ജോസ് സാറിന് ഒത്തിരി സ്നേഹത്തോടു കൂടെ നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. യെസ്, ജോസ് സാറിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി എങ്ങനെയാണ് വീട്ടുകാരെ കുറിച്ച്? എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ കറുകുറ്റി പഞ്ചായത്തിൽ എടക്കുന്ന് ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ 10 മക്കളിൽ 7ാമത്തെ ആളായിട്ട് ജനിച്ചത്. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബിസിനസ്സൊന്നും ഇല്ലാത്ത സാധാരണ ഒരു കർഷക കുടുംബമായിരുന്നു. അങ്ങനെ ജീവിതം വളരെ കഷ്ടപ്പാട് പോകുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ആലപ്പുഴയിലുള്ള പ്രേക്ഷിതാലയം എന്ന് പറഞ്ഞ അവിടുത്തെ ജസ്യൂട്ട് ഫാദേഴ്സ് ഞങ്ങളുടെ സ്കൂളിൽ വരികയും അങ്ങനെ സ്കൂളിൽ വന്നിട്ട് അവരെ പഠിപ്പിക്കാൻ കൊണ്ടുപോവാം, നിങ്ങളെ ഹോസ്റ്റലിൽ നിർത്താം, ഇഷ്ടമുണ്ടെങ്കിൽ അച്ഛനാവാം എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. അപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യപ്പെട്ടു. അങ്ങനെ ആലപ്പുഴയിലുള്ള ലിയോ തെരഞ്ഞെടുത്ത സ്കൂളിൽ ജസ്യൂട്ട് ഫാദേഴ്സിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. 8, 9, 10 അവിടെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നീട് കളമശ്ശേരി ITIയിൽ പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ ചെറിയ കുടിൽ വ്യവസായം ഒക്കെ തുടങ്ങി. ഈ കുടിൽ വ്യവസായം പെട്ടെന്ന് നെല്ല് ഉണക്കി അരിയാക്കുന്ന കുടിൽ വ്യവസായമാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാനും ചേർന്ന് അങ്ങനെ ബിസിനസ് കുറച്ച് മനസ്സിൽ തോന്നി. അങ്ങനെ ആലുവയിൽ ഒരു ചെറിയ കട, അരിക്കട തുടങ്ങി. അങ്ങനെ ഭാഗ്യം കിട്ടി. പിന്നീട് പെട്ടെന്ന് ആ സ്ഥാപനം വലുതായി. അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉയർന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉള്ളത് എന്തെങ്കിലും കാലത്ത് ഒരു സാമൂഹ്യ സേവനത്തിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കറുകുറ്റി പഞ്ചായത്തിലെ അവിടുത്തെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരെ എത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എടക്കുന്ന് പള്ളിയിലെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ പ്രവർത്തിച്ചു. അങ്ങനെ കുറേ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. കറുകുറ്റി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് മുമ്പോട്ട് പോയത്. എനിക്ക് ഭാര്യയും 2 മക്കളുമാണ്. അവർ എല്ലാവരും ഇപ്പോൾ അപ്പാപ്പനായി, മുത്തപ്പാപ്പനായി വരാമാണ്. എൻ്റെ വീട്ടുപേര് മാവേലി വീട്, കറുകുറ്റിയിലെ എടക്കുന്നിലാണ്. വീട്ടിലെല്ലാവർക്കും ഈ സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. വെരി സാറിന് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ശരിക്കും ഒരു ഇൻസ്പിറേഷനായ ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു സംഭവം പറയാമോ? അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കളമശ്ശേരി ITIയിൽ ഫിറ്റർ എയ്ഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സമീപം ഒരു ഭിക്ഷക്കാരി പെണ്ണിൻ്റെ ഒരു ഭിക്ഷക്കാരി കൊച്ച്, മുടിയൊക്കെ ജട പിടിച്ച കൊച്ച് ഭയങ്കരമായിട്ട് കരയുകയാണ്. ഈ കരച്ചിൽ കണ്ട് കൊച്ചിനോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചിങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്. ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നവർ എനിക്ക് തോന്നി. ഞാൻ അവിടെ പോയി ചെന്നപ്പോൾ ആ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉടനെ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓടിച്ചെന്ന് അവിടെ പോയി ഒരു സെക്ഷൻ എടുത്തു കൊണ്ടുവന്ന് ഈ സ്ത്രീനെ രക്ഷിച്ചു. കുഞ്ഞിനെ, ഈ പ്രസവിക്കുന്ന അമ്മയും കുഞ്ഞിനെ രക്ഷിച്ചു. പിന്നീട് ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും ഞങ്ങൾ ഓർഫനേജിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ കുഞ്ഞിനെ എടുക്കണില്ല. അവർ പറയണത് നാടോടിയുടെ കൊച്ചിനെ എടുക്കാൻ നമുക്ക് പറ്റില്ല, അത് അഡ്രസ്സുള്ള ആൾക്കാരെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് ഒരു മനസ്സിലൊരു ഇത് തോന്നി, തെരുവിലെ കുട്ടികൾക്ക് ആരും സംരക്ഷിക്കാനില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും കാലത്ത് ഒരു സംരക്ഷണം, ജനസേവ തുടങ്ങണം എന്ന രീതിയിൽ അന്ന് മനസ്സിൽ സങ്കടമാണ്. അതാണ് എന്നെ ആക്കിയത്. ജോസേട്ടൻ്റെ പുതിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനി നേടാൻ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ പ്രോഗ്രാംസ്, പ്ലാൻസ്? ഞാൻ പുതിയ സ്വപ്നമല്ല, എൻ്റെ മനസ്സിൽ എന്നുള്ള സ്വപ്നം തന്നെയാണ്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്നും ചേരികളിലും തെരുവിലുമായിട്ട് അഡ്രസ്സ് ഇല്ലാതെ, ആധാർ കാർഡില്ല, ID കാർഡില്ല, വോട്ടവകാശമില്ലാത്തൊരു വിഭാഗം ഇങ്ങനെ പെറ്റുപെരുകി കണ്ടമാനായി വരുന്നുണ്ട്. ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 കോടി അല്ലെങ്കിൽ 10 കോടി വരെ ആൾക്കാരുണ്ടാവും. അത്രയ്ക്കും ജനം ഇന്ത്യയുടെ തെരുവുകളിലും ചേരികളിലുമായി കഴിയുകയാണ്. ഇവരുടെ കൊച്ചു മക്കളുടെ ജീവിതം വളരെ കഷ്ടമാണ്. പുഴുക്കളെ പോലെ ജീവിക്കുന്നത്. അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അവരെ ഭിക്ഷക്കാർ കൊണ്ട് ഭിക്ഷ കൊണ്ടുപോകുന്നു. അതല്ലെങ്കിൽ അവരെ കക്കാൻ വിടുന്നു. മാരകമായ രോഗത്തിന് അടിമകളാവുന്നു.
ഫാമിലി പ്ലാനിങ് പോലും ഈ കുടുംബത്തിൽ ഇവരുടെ സ്ത്രീകൾക്കില്ല. ചെറുപ്രായത്തിൽ തന്നെ അമ്മമാരാകുന്നു. അത്രയ്ക്കും സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം. ഇവർക്ക് ഒരു ജീവിതം കൊടുക്കണം. അതിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും മതനേതാക്കളും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് തെരുവ് കുട്ടികളില്ലാത്തൊരു ഇന്ത്യ എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജോസാറിന് ഏറ്റവും അധികം ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പാട്ടിനെ കുറിച്ചൊന്ന് പറയാം. പാട്ട് പൊതുവെ എനിക്ക് അറിയില്ല, എന്നാലും രണ്ടു വരി പാടി നോക്കാം. ഞങ്ങളൊരു മ്യൂസിക് ബാൻഡ് ആയതുകൊണ്ട് പാടി നോക്കാം. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അതുഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വം? എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ മദർ തെരേസ. മദർ തെരേസനെ ഞാൻ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അന്ന് മദർ തെരേസ ജീവനുള്ള സമയത്താണ് എൻ്റെ ചെറുപ്പം. എന്നും മിക്ക ദിവസങ്ങളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ ടി വിയിലെല്ലാം കാണുന്നു. മദർ തെരേസയുടെ എല്ലാ പുസ്തകങ്ങളും തന്നെ വായിക്കും. അങ്ങനെ വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ജീവിച്ചിരിക്കുന്ന, അന്ന് തന്നെ ഞങ്ങൾ പറയാറുണ്ട് ജീവിച്ചിരിക്കുന്ന പുണ്യവാളത്തി എന്നത്. ആ ഒരു രീതിയിലാണ്. പിന്നെ എൻ്റെ മനസ്സിൽ അന്ന് അറിയാം അത്രയ്ക്കും ത്യാഗം അനുഭവിച്ച് തെരുവിലെ കുട്ടികൾക്ക് വേണ്ടിയും തെരുവിലെ അമ്മമാർക്ക് വേണ്ടിയും തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി അവരൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന, അവരെ കൂടെ നിൽക്കുന്ന ഒരു പുണ്യവതിയായ ഒരു മദർ അമ്മയെ അങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും. അതുകൊണ്ടാണ് അമ്മയുടെ ആ വലിയ സേവനങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ജനസേവാ ശിശുഭവൻ എന്ന രീതിയിൽ തുടങ്ങുവാനും എന്നെ പ്രേരിപ്പിച്ചത്. എനിക്കറിയാം ഈ ഒരു യാത്ര അത്ര സുഗമമല്ല. പല സമയങ്ങളിൽ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോഴൊക്കെ മുന്നോട്ട് പോകാൻ കരുത്ത് തരുന്ന അത് എന്താണ്? എനിക്കെന്ന് മാത്രമല്ല ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ എല്ലാവർക്കും ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു. നേരെ സ്ട്രെയിറ്റാണ് ഞങ്ങളുടെ സ്ഥാപനം മുമ്പോട്ട് പോയിരുന്നത്. യാതൊരു തെറ്റായ കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ക്ലിയറാണ്. ദൈവം മുകളിൽ ഒരാളുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി വന്നുകൊണ്ടിരുന്നു. പിന്നെ നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ എന്താ പറയുക, അപ്പോൾ തന്നെ നമുക്ക് ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവും, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. എന്തെല്ലാം വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം തരുന്നുണ്ട്. കാരണം ഞങ്ങൾ ചെയ്യണത് നിരാലംബരായ പിഞ്ചു ബാല്യങ്ങൾക്ക് നല്ല ജീവിതം കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതിനുവേണ്ടിയുള്ള ആ റിസ്ക് എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാം വ്യാജ ആരോപണമാണ്. അതെല്ലാം ഞങ്ങൾ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഞങ്ങളിപ്പോൾ ജനസേവ. മെസ്സേജ് ടു യൂത്ത്, യുവജനങ്ങൾക്കുള്ള ഒരു ഓക്കെ ഇന്നത്തെ യുവതലമുറയ്ക്കും വളർന്നു വരുന്ന കുട്ടികൾക്കും കൊടുക്കാവുന്നൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ്? ഇപ്പം ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നല്ല അധ്യാപനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തന്നെ ഒത്തിരി അടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ചെറിയ കുട്ടികൾക്ക് പോലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഉപദേശങ്ങൾ അധ്യാപകർ കൊടുക്കുമായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരും നമ്മളെപ്പോലെ തന്നെ ജീവിക്കേണ്ടവരാണ്. അങ്ങനെ നല്ലൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടിയിരുന്നു. ഇന്നത്തെ അധ്യാപനം സ്കൂളുകളൊക്കെ ഇന്ന് ആ രീതിയിൽ പോകുന്നില്ല. അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മിക്ക ഗവൺമെൻറ് സ്കൂളിലും ഗവൺമെൻറ് എയ്ഡ് സ്കൂളിലൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമായിരിക്കുകയാണ്. കലാലയങ്ങളിൽ രാഷ്ട്രീയം ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഓരോ പാർട്ടിയുടെ കീഴിൽ, ഇപ്പോൾ SFI അല്ലെങ്കിൽ KSU അല്ലെങ്കിൽ ABVP ഇങ്ങനെ ഓരോ സംഘടനകളുടെ കീഴിൽ കുട്ടികളെ മാറ്റുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ വൈരാഗ്യബുദ്ധി ഉണ്ടാകുന്നു, പരസ്പരം കലഹിക്കുന്നു, തല്ലുണ്ടാക്കുന്നു, മാരകമായ ആക്രമണങ്ങൾക്ക് പോകുന്നു. ചില കുട്ടികളൊക്കെ അവരുടെ ജീവിതം നശിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വശത്ത്, രണ്ട് വശത്ത് പറയുന്നത് ഇവരെല്ലാം മയക്കുമരുന്നിന്, അത് മയക്കുമരുന്ന് പറഞ്ഞാൽ രാസലഹരി, ആ സാധനമൊക്കെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടൊക്കെ പൊട്ടിപ്പോണ സാധനങ്ങളാണ്. അങ്ങനെ കുട്ടികളെ ലഹരിക്ക് അടിമകളാക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവണത ഇവിടെ കൂടി വരികയാണ്. ഈ ലഹരിക്ക് അടിമകളാവാനുണ്ടായ കാരണം നമുക്ക് അധ്യാപകർക്ക് റോളില്ല. അപ്പോൾ അധ്യാപകർക്ക് നല്ല റോള് കൊടുക്കാൻ വേണ്ടി സർക്കാർ അവർക്ക് അധികാരം കൊടുക്കണം. അതിനുള്ള ഒരു പരിശ്രമം നടത്തണം. കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. യുവാക്കളും
യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റേ രാഷ്ട്രീയ പരിപാടികൾക്ക് അടിമകളാവാതെ നിങ്ങൾ ഒരു ജനനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള നല്ലൊരു സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാവുക, നല്ലൊരു യുവാവായി വളരുക, മറ്റുള്ളവർക്ക് മാതൃകയാവുക, മറ്റുള്ളവർക്കും നന്മകൾ ചെയ്യുക. അതാണ് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല യുവജനങ്ങളെ നമുക്ക് വേണ്ടത്. ഇന്നും യൗവനം കാത്തു സൂക്ഷിക്കുന്ന മാവേലി സാറിനെ പോലെയുള്ള ജോസാറിനെ പോലെയുള്ള അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ മറന്നുപോയി. നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യം വേണമെങ്കിൽ നമ്മളതനുസരിച്ച് നമ്മുടെ ഭക്ഷണക്രമങ്ങളും അതുപോലെ തന്നെ ലഹരിയിൽ നിന്നെല്ലാം ഒഴിവാവണം. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകുകയുള്ളൂ. ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രമേ സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായി ദൈവം നമ്മളെ സംരക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇപ്പോൾ 74 വയസ്സായി ഞാനിങ്ങനെ നിൽക്കുന്നത്. എൻ്റെ കാരണം ഇപ്പോഴും ഏഷ്യാഡിലൊക്കെ പോയി. ഞാൻ ഇപ്പോൾ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഞാൻ 100 മീറ്റർ ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 3 തവണ ഇന്ത്യൻ ചാമ്പ്യനായിട്ടുണ്ട്, ദേശീയ ചാമ്പ്യനാണ്. 100 മീറ്ററും 200 മീറ്ററും 400 മീറ്ററും ഞങ്ങളുടെ കാറ്റഗറിയിലാണ്, വെറ്ററൻസ് കാറ്റഗറിയിലാണ്. ഞാനിപ്പോൾ 74 വയസ്സ് 70+ കാറ്റഗറിയിൽ മത്സരിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായിലൊരു ഓപ്പൺ മീറ്റിൽ ചാമ്പ്യനായിട്ടുണ്ട്. മലേഷ്യയിൽ നടന്ന ഒരു ഇതിൽ ചാമ്പ്യനായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഇന്ത്യയിൽ 3 സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും നല്ല കട്ടയാണ് ഈ ജിംനേഷ്യത്തിൽ ഇരുന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജിം ചെയ്യാറുണ്ട്. ജീവിതത്തിൽ ഇപ്പോഴും മറക്കാനാവാത്ത ഹൃദയസ്പർശിയായിട്ടുള്ള ഓർത്തിരിക്കുന്ന ഒരു അനുഭവം? ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത്, ഒരു 8 വയസ്സുള്ള ഒരു തമിഴ്നാട് ബാലന് ഭിക്ഷാടക സംഘം ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ചിട്ട് ഭിക്ഷ എടുത്ത് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവൻ്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുവാൻ നോക്കി. എന്നിട്ട് ആ കൊച്ചിനെ റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ടു. പിന്നീട് ആരോ സാമൂഹ്യ പ്രവർത്തകർ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി. അവിടുത്തെ ഡോക്ടർ ഈ കൊച്ചിൻ്റെ ദയനീയാവസ്ഥ കണ്ട് എന്നെ വിളിച്ച് പറയുകയാണ് വെളുപ്പിന് 4 മണിക്ക്. അങ്ങനെ ആ കൊച്ചിനെ ഞങ്ങൾ അവിടുന്ന് ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുപോയി ചികിത്സിച്ചു. ഒരു മാസത്തെ ICU കിടത്തിയാണ് ചികിത്സ രക്ഷിച്ചത്. പിന്നീട് ഡോക്ടർ ഹൈദരാബാദിൻ്റെ നേതൃത്വത്തിൽ അൻവർ ഹോസ്പിറ്റലിൽ ചികിത്സിച്ച് 6 മാസത്തിന് ശേഷം കൊച്ചി രക്ഷപ്പെട്ടു. ഇപ്പോൾ അവൻ പഠിച്ച മിടുക്കനായി വലിയൊരു ഫുട്ബോൾ പ്ലെയറായി. ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ ജോലിക്കാരനായി. അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായി. അടുത്ത് പറയണം. അടുത്തത് രണ്ടാമത്തത് 2 കഥയുണ്ട്. മറ്റത് അത് ചലഞ്ചാണ് അല്ലേ? ഒരു ചലഞ്ച്, ഒരു എങ്ങനെയാണ് കുട്ടികളെ രക്ഷിക്കുന്നത് വെച്ചാൽ ഓക്കെ ഉണ്ടാവുന്ന റിസ്ക്കുകൾ. ഈ കുട്ടികളെ രക്ഷിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അവരുടെ ഭാവി ഫ്യൂച്ചറൊക്കെ നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റാറുണ്ടോ? ജനസേവയുടെ ഒരു വലിയ സങ്കടാവസ്ഥ എന്ന് പറയുന്നത്, ജനസേവ ശിശുവൻ സംരക്ഷിക്കുന്ന കുട്ടികൾക്കെല്ലാം രക്ഷിതാക്കൾ തന്നെ ഉണ്ടാവും. പക്ഷേ ആ രക്ഷിതാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുട്ടികളെ ഭിക്ഷ എടുപ്പിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ അടിമപ്പണിക്ക് വിടുന്നു, അതല്ലെങ്കിൽ കുട്ടികളെ കക്കാൻ വിടുന്നു. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ രക്ഷിക്കുന്നത്. ഈ കുട്ടികളെ നമ്മൾ നിയമപാലകരുടെ മുമ്പേ കൊണ്ടേ ഹാജരാക്കണം. മറ്റു സൈഡിലെ പിള്ളേരാണ്. അപ്പോൾ നിയമപാലകരെ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ഇപ്പോഴത്തെ അതോറിറ്റി. ഈ കമ്മിറ്റിയുടെ കൊണ്ട് നമ്മൾ ഹാജരാക്കുമ്പോൾ അവർ താൽക്കാലികമായ ഒരു ഓർഡർ നമുക്ക് തരുന്നു. ഈ ഓർഡർ പ്രകാരം നമ്മൾ സംരക്ഷിക്കുന്നു. വീണ്ടും രക്ഷിതാക്കൾ ഈ ഭിക്ഷാടക സംഘം വന്നിട്ട് ഈ കുട്ടികളെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവർ വീണ്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സമീപിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഈ കുട്ടിയെ വിട്ടുകൊടുക്കാനുള്ള ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടികളെ വിട്ടുകൊടുക്കുമ്പോൾ ഈ കുട്ടികൾ വീണ്ടും തെരുവിലേക്ക് പോകുന്നു. ഇവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു കൊച്ചിനെ 2004 ജനസേവയിൽ കൊണ്ടുവരുന്നത്. അന്ന് ആ കൊച്ചിന് 6 വയസ്സ്, ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ അമ്മ ഒരു നാടോടി സ്ത്രീ, ഭിക്ഷയെടുക്കുന്ന സ്ത്രീയാണ്. പിന്നീട് ആ സ്ത്രീ ഈ കൊച്ചിനെ ഞങ്ങൾക്ക് തന്നിട്ട് 5 വർഷം കഴിഞ്ഞ് വീണ്ടും വരാണ്. അപ്പോൾ കൊച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, മിടുക്കിയായി. അങ്ങനെ മിടുക്കിയായി കൊച്ചിനെ ഈ സ്ത്രീ കൊണ്ടുപോകാൻ നോക്കി. അങ്ങനെ ചൈൽഡ് കമ്മിറ്റിക്കാർ ഒരാഴ്ചയ്ക്കും പറഞ്ഞിട്ട് ഈ കൊച്ചിനെ വിട്ടുകൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കോടതി പോയി സ്റ്റേ മേടിക്കാൻ പറ്റിയില്ല. അങ്ങനെ വലിയ സങ്കടാവസ്ഥയിൽ കൊച്ചിനെ ഈ അമ്മയോട് പറഞ്ഞയച്ചു. ഈ അമ്മ ആ കൊച്ചിൻ്റെ ശരിക്കും പറഞ്ഞാൽ വലിയ സങ്കടാവസ്ഥ ഉണ്ടാക്കി. കൊച്ചിനെ ഒരു കാമുകൻ്റെ കയ്യിൽ ഈ കൊച്ചിനെ കൊണ്ടേ കൊടുത്തിട്ട് 5 വർഷം ഈ കൊച്ചിനെ അയാൾ പീഡിപ്പിച്ച് കൊണ്ടു നടന്നു. എല്ലാ പണിയും ചെയ്യിപ്പിച്ചു. അങ്ങനെ വലിയ സങ്കടാവസ്ഥ ഉണ്ടായി. പിന്നീട് ആ കൊച്ചൊരു അത്ഭുതം പോലെ ജനസേവയ്ക്ക് തിരിച്ചു വന്നു. ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കെതിരെ ഒരു നഷ്ടപരിഹാരത്തിന് 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു. പിന്നീട് അവർ ഞങ്ങൾ ശത്രുവായി. അങ്ങനെ ചൈൽഡ് കമ്മിറ്റിക്കാർ ശത്രുവായി. അങ്ങനെ ജനസേവയ്ക്ക് നിരവധി പ്രതിസന്ധികൾ അവരുണ്ടാക്കി. അങ്ങനെ പ്രതിസന്ധികളുടെ ഒരു കൂമ്പാരം ഈ ഉദ്യോഗസ്ഥർ നമുക്ക് തന്നിട്ടുണ്ടായി. അങ്ങനെയാണ് ജനസേവയെ പൂട്ടിക്കാൻ നോക്കിയത്. ജീവിതത്തിലൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി ലോയൊക്കെ ആകുമ്പോൾ ഒന്ന് പോയി ഇരിക്കാൻ തോന്നുന്ന ഒരു സ്ഥലം, ഇടം?
എൻ്റെ എന്തെങ്കിലും സംഘടനകൾ വരുമ്പോൾ എൻ്റെ ജനസേവ തുടങ്ങിയ സമയത്തൊക്കെ ഫാദർ ഇഗ്നേഷ്യസ് ഉണ്ടായിരുന്നു. ഇഗ്നേഷ്യസ് ഞാൻ വളരെ എന്താ പറയുക, ഏത് സമയത്തും ഫോൺ ചെയ്യാൻ പറയാനോട്. അങ്ങനെ അച്ഛൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ടായി. പിന്നെ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ജനസേവയുടെ മുഖ്യ രക്ഷാധികാരിയാണ് ഇപ്പോൾ. ടോണി ഫെർണാണ്ടസിൻ്റെ വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ VR കൃഷ്ണയ്യർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജനസേവയുടെ ആരംഭം മുതൽ KR രാജൻ IAS ജില്ലാ കളക്ടറായിരുന്നു. അദ്ദേഹത്തിനൊക്കെ വലിയ സപ്പോർട്ടുണ്ടായി. അവരൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളിനി ഒരു റാപ്പിഡ് സെഷനാണ്. ഓക്കെ, വിളിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? എങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം? എന്നെ ചേട്ടായി ജോസ് ചേട്ടായി. ഓക്കെ, ജോസ് ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ഭക്ഷണം നോൺ വെജാണ് കഴിക്കണേ. മെയിനായിട്ട് ഫിഷ് കറി, പിന്നെ എഗ് ബുൾസൈ ആയിട്ടാണ്. അതിന്റെ കൂടെ സാലഡ്, കപ്പയില്ല, കൂടെ വെജിറ്റബിൾ സാലഡ്, റൈസ് കുറച്ച്, അങ്ങനെയൊക്കെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, ഒരു ഭക്തിഗാനം? ഭക്തിഗാനങ്ങൾ മനസ്സ് നന്നായിട്ടൊരു പാട്ടുണ്ട്, നമ്മുടെ NSSന്റെ. അത് സ്ഥിരം പാടാറുണ്ട്. പിന്നെ ദൈവത്തെ വാഴ്ത്തിയിടുക എന്നുള്ളൊരു പാട്ട്. വെരി ഗുഡ്. ഇഷ്ടപ്പെട്ട നിറം റെഡാണ്. ഗുഡ്. ഇഷ്ടപ്പെട്ട നടന് അങ്ങനെ ആരും വലിയൊരു താല്പര്യം പ്രത്യേകമൊന്നുമില്ല. നടിയും ഇല്ല, അതൊക്കെ കോമണാണ്. അങ്ങനെ. യെസ്. മദർ തെരേസയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മദർ തെരേസയുടെ പുസ്തകങ്ങൾ വായിക്കണം. സാധാരണ വായന കുറവാണ്, പക്ഷെ സമയം കിട്ടുമ്പോൾ അത് വായിക്കാറുണ്ട്. ഓക്കെ. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എത്ര ചെയ്താലും മടുപ്പില്ലാത്തൊരു കാര്യം? എനിക്ക് കളികളാണ് ഇഷ്ടം. മെയിനായിട്ട് ഇൻഡോർ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ 56 ചീട്ട് കളി ഉണ്ട്. 56 എന്നാണ് പറയുന്നത്, കാർഡ്സ് കളി. അത് സപ്പോർട്ടിങ്, അത് ഞങ്ങളൊരു ക്ലബ്ബുണ്ട് അവിടെ, ഒയാസ് എന്ന് പറഞ്ഞ ക്ലബിന് വരും, ഒയാസിസ് ക്ലബ്ബ്. അവിടെ ഞങ്ങൾ 56 കളിക്കും. പിന്നെ ബാസ്കറ്റ് ബോളാണ് ഏറ്റവും നല്ല കളി എനിക്ക്. ബാസ്കറ്റ് ബോൾ കളിക്കും. ബാസ്കറ്റ് ബോൾ കളിച്ച് എന്തോരം സമയം കളിക്കാം എനിക്ക്. ഏതൊക്കെ ഭാഷകൾ സംസാരിക്കും? ഭാഷകൾ കുറവാണ്, വിദ്യാഭ്യാസം കുറവാണ്. ഞാൻ 10ാം ക്ലാസ് IT ഉള്ളൂ. പിന്നെ മലയാളമാണ് കൂടുതൽ സുഖമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇവിടെ ഒരു എത്രയോ മനോഹരമായ ഒരു സ്റ്റോറിയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അപ്പനാകാൻ 300ഓളം കുഞ്ഞുങ്ങൾ സ്ഥിരമായി നിന്നിരുന്ന ജനസേവ ശിശുഭവൻ എന്ന ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്നു. ഇപ്പോൾ ജനസേവ ഉഡാൻ എന്ന് പറഞ്ഞ് രാജസ്ഥാനിൽ ഒരു പുതിയ സ്ഥാപനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോഴും തൻ്റെ കർമ്മപദ്ധതിയിൽ കർമ്മനിരതനായി, ഊർജ്ജസ്വലനായി, ആരോഗ്യമുള്ള ശരീരവും മനസ്സും കാത്തു സൂക്ഷിക്കുന്ന ജോസിയേട്ടന് ഒത്തിരി സ്നേഹത്തോടുകൂടെ ഇൻസ്പിരിറ്റോയുടെ അഭിവാദ്യങ്ങൾ. എല്ലാം മനോഹരമാവട്ടെ എന്ന് പ്രാർത്ഥനാശംസകൾ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. Thank you.